നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മൾ വക്കീലുമായി ചേർന്ന് ഇത് പവിത്രൻ സാറിന്റെ പേരിലാക്കിയത്. പക്ഷേ ലീഗലായിട്ട് മൂവ് ചെയ്താൽ സുമംഗല മാഡത്തിന് അനുകൂലമായിട്ട് വിധിയുണ്ടാവും. അവരങ്ങനെ ലീഗലായി ഒരു മൂവ് നടത്തിയാലല്ലേ? അവരങ്ങനെ പെട്ടെന്നൊന്നും കാര്യങ്ങൾ കോർട്ടിലേക്ക് എത്തിക്കില്ല. പല കാര്യങ്ങൾക്കും അവർ കണക്ക് പറയേണ്ടി വരും. കൊലപാതകവും വിഗ്രഹമോഷണവും ഉൾപ്പെടെ. അത്ര പെട്ടെന്നൊന്നും അവരെന്നെ തൊട്ടുകളിക്കില്ല. എല്ലാം പവിത്രൻ സാറിന്റെ തോന്നല് മാത്രമാണ്. പെട്ടെന്നുള്ളൊരു പുറത്താക്കൽ നടപടിയായിട്ട് ഇതിനെ കാണണ്ട. പവിത്രൻ സാറിനെതിരെയുള്ള ഈ കരുനീക്കങ്ങള് അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പൊന്നമത്ത് ട്രേഡേഴ്സിന്റെ ബാംഗ്ലൂർ ഡീലുകളെല്ലാം മരവിപ്പിച്ചപ്പോ ദർശന തുടങ്ങി വെച്ച പോരാട്ടമാണിത്. കമ്പനിയുടെ സകല ലീഗൽ പേപ്പേഴ്സും ദർശനയുടെ കയ്യിലാണുള്ളത്. പിന്നെ രൂപേഷ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പൊട്ടനൊന്നുമല്ല. അവനെ ദർശന അടിമുടി മാറ്റിയെടുത്തു കഴിഞ്ഞു. സുമംഗല മാഡം പുറമേ ഒന്നും ഭാവിക്കുന്നില്ലെന്നേ ഉള്ളൂ. സാറിനെതിരെയുള്ള അവരുടെ നീക്കങ്ങൾ തുടങ്ങിയിട്ട് 6-7 മാസങ്ങളായി. ചെയർമാൻ MD പോസ്റ്റുകളൊക്കെ ടെർമിനേറ്റ് ചെയ്യാനുള്ള അവരുടെ മൂവ്മെന്റുകൾ കരുതിക്കൂട്ടി തന്നെയാണ്. സാറ് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര ഈസിയല്ല. കുര്യച്ചനെന്താ പേടിയുണ്ടോ? ഒരു പേടിയും വേണ്ടടോ. ചേച്ചി ചേച്ചി എന്നുള്ള സെന്റിമെന്റ്സും കൊണ്ട് അവരുടെ പിന്നില് അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയെ പോലെ നിന്ന പവിത്രനല്ല ഇത്. ഞാനും പരസ്യമായി സുമംഗല ചേച്ചിക്കെതിരെ നേരിടാൻ ഇറങ്ങിയത് എല്ലാ കണക്കുകൂട്ടലുകളോടും കൂടി തന്നെയാ. ആ വീട്ടിൽ നിന്നും എന്നെ ഇറക്കിവിടാൻ അവർക്ക് പറ്റും. പക്ഷേ ഈ കമ്പനി ഗസ്റ്റ് ഹൗസിൽ നിന്നോ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്നോ അവർക്ക് എന്നെ അങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റില്ല. ഇന്ന് VGCയെക്കാളും അസറ്റ്സ് ഉള്ള കമ്പനിയാ പൊന്നമത്ത് ട്രേഡേഴ്സ്. VGCയുടെ 3 ഇരട്ടി ആസ്തി നമ്മുടെ പൊന്നമത്തിനുണ്ട്. നോക്കാതെയും കാണാതെയും കിടന്ന ലക്ഷക്കണക്കിന് ഏക്കർ പ്രോപ്പർട്ടികളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വിശ്വം ഫിനാൻസിയേഴ്സ് പോലും ഒരു ബോർഡും രജിസ്ട്രേഷനും അല്ലാതെ നശിച്ചു കഴിഞ്ഞു. കുറച്ച് ബാങ്ക് ബാലൻസ് എന്തെങ്കിലും കാണും. സുമംഗലയെ മുച്ചൂടും മുടിച്ചിട്ടേ ഞാൻ ഈ സിറ്റി വിടൂ.